CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യും. CMRLന് സേവനങ്ങൾ നൽകിയെന്ന് തെളിയിക്കുന്ന രേഖകൾ വീണയ്ക്ക് ഹാജരാക്കാനായില്ല എന്ന് ഇഡി പറയുന്നു. IT സേവനങ്ങൾ സംബന്ധിച്ച് CMRL പ്രതിനിധികളുമായി നേരിട്ടായിരുന്നു ചർച്ചയെന്നാണ് വീണ മൊഴി നൽകിയത്. ജോയ്മോനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. ജോയ്മോനെ, അപ്പം ഇഡിയുടെ ഒന്നാം ഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായിരുന്നു ഇന്നലെ കൊച്ചി ഓഫീസിൽ. 9-9.5 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ. ഇനിയിപ്പോൾ വീണയുടെ മൊഴിപ്പകർപ്പും അതേപോലെ കൊടുത്ത രേഖകളുമൊക്കെ വിശദമായി ഇഡിക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനൊരു രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ ഉണ്ടെന്നും അറിയുന്നു. അപ്പോൾ വിവരങ്ങൾ എങ്ങനെയാണ്? സേതു, നമുക്കറിയാം ഇന്നലെയാണ് ഇത്തരത്തിൽ ഈ CMRL അതുപോലെ തന്നെ എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയെ ഇഡിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുന്നത്. ഏകദേശം 9 മണിക്കൂറോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലായിരുന്നു നടന്നത്. രാവിലെ 10:00 ഈ കൊച്ചി ഇഡി ഓഫീസിലെത്തിയ വീണയെ 11:00 ഓഫീസിനകത്തേക്ക് പ്രവേശിക്കുകയും പിന്നീട് ഇഡി ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം 9 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ഇതിൽ പ്രധാനമായും ഈ ഇഡിക്ക് വ്യക്തമാകേണ്ടത് അല്ലെങ്കിൽ ഒരു വ്യക്തത വരേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ CMRLും അതുപോലെ തന്നെ എക്സാലോജിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചാണ്. അതായത് എന്ത് സേവനം നൽകിയതിനാണ് ഇത്തരത്തിൽ 2.78 കോടി ഈ എക്സാലോജിക് കമ്പനി ഏറ്റുവാങ്ങിയത് അല്ലെങ്കിൽ എക്സാലോജിക് കമ്പനിക്ക് നൽകിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതായത് വീണ ടി മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള കമ്പനിയാണ് എക്സാലോജിക്. അപ്പോൾ ഈ എക്സാലോജിക് കമ്പനിക്ക് വേണ്ടി സേവനങ്ങൾ നൽകിയെന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ 2.78 കോടി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ CMRLന്റെ സഹോദര സ്ഥാപനമായ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഏകദേശം 50 ലക്ഷത്തോളം രൂപ 2 ഘട്ടങ്ങളിലായി ഇത്തരത്തിൽ എക്സാലോജിക്കിന് ലഭിച്ചിരുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ഈ വായ്പയായി ലഭിച്ച പണം ഈ CMRL ലഭിച്ച പണത്തിൽ നിന്നാണോ നൽകിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പണങ്ങൾ ചെലവഴിച്ചത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ പണം നൽകിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വിശദീകരണം തേടിയായിരുന്നു ഇന്നലത്തെ ചോദ്യം ചെയ്യൽ. ഇതിനു മുമ്പ് നോട്ടീസ് അയച്ചിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഹാജരാക്കി. അതിന് പിന്നാലെ ഇന്നലെ ഹാജരാവുകയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ മാസപ്പടി കേസിൽ ഇപ്പോൾ ഈ വീണയ്ക്ക് കുരുക്ക് മുറുകയാണെന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അതായത് വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇഡിയുടെ നീക്കം. അതിനായിട്ടുള്ള സമൻസ് ഉടൻ അയക്കുമെന്നാണ് പറയുന്നത്. അതായത് ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിലും അതുപോലെ തന്നെ SFIO കണ്ടെത്തിയ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് അതിലൊരു വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളിലും ഒരു അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ ഒരു ചേർച്ചയില്ലായ്മകൾ നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഇപ്പോൾ വീണയെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കാനുള്ള നീക്കം ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ട്. കാരണം ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ രേഖകളൊന്നും തന്നെ ഹാജരാക്കാൻ വീണയ്ക്ക് സാധിച്ചില്ല എന്നാണ് ഇപ്പോൾ ഇഡി പറയുന്നത്. അതായത് ഈ സേവനം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് 2.78 കോടി രൂപ വാങ്ങിയിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സേവനം നൽകിയെന്ന് പറയുമ്പോഴും എന്ത് സേവനമാണ് നൽകിയത് അല്ലെങ്കിൽ ഈ പണം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ രേഖകളും നൽകാനായില്ല. അപ്പോൾ ഇതിൽ ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ വീണ നൽകിയ മൊഴി പ്രകാരം ഈ നേരിട്ടാണ്, അതായത് ഈ CMRLലെ IT വിഭാഗവുമായി നേരിട്ടാണ് ചർച്ച നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് ചർച്ച നടന്നതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും സൂക്ഷിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഈ എക്സാലോജിക് കമ്പനി നിലവിൽ പ്രവർത്തിക്കുന്നില്ല, നിലവിൽ പ്രവർത്തനരഹിതമാണ് ഈ കമ്പനി. അപ്പോൾ ഈ കമ്പനിയിലുള്ള ഒരു സിസ്റ്റത്തിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. നൽകിയ മൊഴിപ്പകർപ്പും അതേപോലെ നൽകിയ രേഖകളും ഒക്കെ ഇഡി വളരെ വിശദമായി പരിശോധിക്കാൻ പോവുകയാണ്. അതിനുശേഷം ഇതിനൊരു രണ്ടാം ഘട്ടമുണ്ടെന്ന് കൂടി അറിയുന്നു. വീണ്ടും വീണയെ ചോദ്യം ചെയ്യുമെന്നും അറിയുന്നു.